തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ. നമസ്കാരം, ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ വഴി നൽകുന്ന പലിശരഹിത ഭവന വായ്പ 5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. തിരൂർ സംഗമം ഓഡിറ്റോറിയത്തിൽ ക്ഷേമനിധി സംസ്ഥാന അംഗത്വ ക്യാമ്പയിനും ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു മന്ത്രി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. നിലവിൽ 2.5 ലക്ഷം രൂപയാണ് വായ്പയായി നൽകുന്നത്. 3 സെന്റ് സ്ഥലമെങ്കിലും ഉള്ള മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങൾക്ക് 84 ഗഡുക്കളായി തിരിച്ചടയ്ക്കാം. സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ സഹകരണത്തോടെ മദ്രസ അധ്യാപകർക്ക് പലിശരഹിത സ്വയം തൊഴിൽ വായ്പയും നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. പലരും ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. അപ്പോൾ 2 ലക്ഷമായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. ഇപ്പോൾ ആ ഒരു പലിശരഹിത വായ്പയാണ്, പലർക്കും അറിയാതെ പോകുന്നൊരു കാര്യങ്ങളുണ്ട്. ഇതൊരു പലിശരഹിത വായ്പയാണ് ഭവന നിർമ്മാണത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അത് 5 ലക്ഷമായിട്ട് ഉയർത്തിയിട്ട് 2.5 എന്നുള്ളത് 5 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. അത് കാരണം ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുകയാണ്. കുറുക്കോളി മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ഇത് മറ്റുള്ള മേഖലയിലെ ജോലി ചെയ്യുന്ന ആളുകൾ പോലെയല്ല കാണേണ്ടത്. ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകനെ പഠിപ്പിക്കുന്നത് സർക്കാർ ചെലവിലാണ്, പരിശീലനം കൊടുക്കുന്നത് സർക്കാർ ചെലവിലാണ്, വർഷാവർഷം പ്രത്യേക പരിശീലനങ്ങൾ അവർക്ക് വേറെ നൽകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവൻ ജോലി കഴിഞ്ഞ് ജീവിതം മരിക്കുന്നവരേക്ക് പിന്നെ അവർക്ക് കൈ നിറയെ പണം പെൻഷൻ എന്ന പേരിൽ കിട്ടുകയാണ്. എന്നാൽ ഇവരെ പഠിപ്പിക്കാൻ നമുക്ക് സർക്കാരിന് ചെലവില്ല. ഇവർക്ക് പരിശീലനം കൊടുക്കാൻ അധ്യാപക പരിശീലനം കൊടുക്കുന്ന സർക്കാരിന് ചെലവിലല്ല. എന്നാൽ നാട്ടിൽ ലക്ഷത്തിലധികം ആളുകൾ ഇങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് സംസ്ഥാനത്തിന്, രാജ്യത്തിന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. തൊഴിലില്ലാ പടയുടെ ഭാരം ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ക്ഷേമനിധി ചെയർമാൻ കാരാട്ട് റസാഖ് ആമുഖ പ്രഭാഷണം നടത്തി. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, സയ്യിദ് സൈനുൽ ആബിദീൻ ജിലാനി, ഡോക്ടർ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ, മുജീബ് മദനി ഒട്ടുമൽ, KPH തങ്ങൾ, ഡോക്ടർ ജലീൽ മലപ്പുറം, ഉമർ ഫൈസി മുക്കം, ഹാരിസ് ബാഫക്കി തങ്ങൾ, AGP മുഹമ്മദ്, ക്ഷേമനിധി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PM ഹമീദ്, അബ്ദുറഹിമാൻ മുഹീനി, കമറുദ്ദീൻ മൗലവി, സിദ്ദീഖ് മൗലവി, ഐലക്കാട് OPI കോയ, PC സഫിയ ടീച്ചർ, മുസ്തഫ തങ്ങൾ, യാക്കൂബ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തിയൂർ മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ പ്രിൻസിപ്പാൾ മുനീറ, അഡ്വക്കേറ്റ് മുഹമ്മദ് തൊയ്യബ് ഹുദവി തുടങ്ങിയവർ വിവിധ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ 180 പേർക്ക് വിവാഹ സഹായ വിതരണം ചെയ്തു. ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് തിരൂർ.